ഹായ് ഹലോ രാവിലെ ഒരു ഗ്ലാസ് പാൽ ചായ കുടിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കല്ലേപ്പരത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് ഇതാകുമ്പോൾ കറിയോ മറ്റൊന്നും വേണ്ട, ഇതങ്ങനെ കഴിക്കാൻ ചായേൻ്റെ ഒപ്പം. ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി, തേങ്ങ ചിരവിയത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ കുഴച്ചെടുത്ത് കല്ലേൽ പരത്തി ചുട്ടെടുക്കുന്നതിനാണ് കല്ലേപ്പരത്തി എന്ന് ഞങ്ങൾ പറയാറുള്ളത്. ഇത് അരിയിലെ കരട് വറുക്കുന്നതാണ്. ഇത് രാവിലെ ചെയ്തു വെച്ചാൽ എനിക്കൊരു സമാധാനമാണ്. ഉച്ചയ്ക്ക് നേരെ എടുത്ത് ചോറ് വെച്ചാൽ മതിയല്ലോ ഉച്ചയാകുമ്പോഴത്തേനും. ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ പച്ചമുള്ളൻ വറുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ സാമ്പാറിനുള്ള കാര്യങ്ങളങ്ങ് രാവിലെ ചെയ്തു വെച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് വലിയ പണിയൊന്നും ഉണ്ടാവത്തില്ല. ഞാൻ എല്ലാത്തിൻ്റെയും പച്ചക്കറികളുടെ തൊലി കളഞ്ഞ് വെച്ചപ്പോൾ അച്ഛമ്മ അത് അരിയാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അച്ചമ്മയ്ക്കുള്ള കല്ലേപ്പരത്തിയാണ് ഈ ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരെണ്ണം തന്നെ കഴിച്ചാൽ ആവശ്യത്തിലധികം ഉണ്ട്. നെയ്യ് തൂളി കൊടുക്കുന്നുണ്ട്, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ചുട്ടെടുത്തിട്ട് വേണം എനിക്കുള്ള മാവിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് പരത്തി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ നെയ്യ് തൂവും കേട്ടോ. അങ്ങനെ കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ചൂടോടെ കഴിക്കണം, ഇല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ കട്ടി പോലെ തോന്നിക്കും. ഇനി സാമ്പാറിന് വേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്യാം. പരിപ്പിട്ടു, പച്ചക്കറി ഇട്ടു, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടുവേ ചതച്ചിട്ട്. അതുപോലെ തന്നെ മസാല കുറച്ച് മൂപ്പിച്ചിട്ടു. ഇനി മെയിൻ മസാലയൊക്കെ ലാസ്റ്റാണ് ചേർക്കുക. ഇത് ഇച്ചിരി ചേർക്കുന്നു എന്ന് മാത്രം. മഞ്ഞൾപ്പൊടി ഇട്ട്, ഉപ്പുകല്ലും ഇട്ട്, വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. ഒരു 2 വിസിൽ കൊണ്ട് പച്ചക്കറി എല്ലാം റെഡി ആയിട്ട് വരും. ഇനി കൗണ്ടർ ടോപ്പ് ഒന്ന് ജസ്റ്റ് തുടച്ചിടാം, എന്തെങ്കിലും വെള്ളമോ പൊടിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട്. ഇത് പച്ചമുള്ളനാണ്. ഇതിപ്പോൾ വറുക്കുന്നില്ല. ആവശ്യമുള്ളത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മസാല തിരുമ്മിയത് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ വറുക്കാനുള്ളത് പുറത്തും വെച്ചിട്ടുണ്ട്. സാമ്പാർ ഓൾമോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അച്ചമ്മയായിരുന്നു പച്ചക്കറിയൊക്കെ അരിഞ്ഞ് തന്നുകൊണ്ട് എനിക്ക് എല്ലാം എളുപ്പമായി. അവസാനം മസാലകളും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നല്ല അടിപൊളി സാമ്പാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് പെരക്കായം മൊത്തം ഒന്ന് അടിച്ച് വരാനുണ്ട്. റൂമെല്ലാം അടിക്കണം. ഇന്നലെ ഇവിടെ തുടച്ചതാണ്, അതുകൊണ്ട് ഇന്ന് ഞാൻ തുടയ്ക്കുന്നൊന്നുമില്ല. എല്ലാ റൂമും ഒന്ന് അടിച്ച് വാരുന്നേ ഉള്ളൂ. എൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ.